ഈ കണ്ണൂർ സർവകലാശാല നടത്തിയ സാഹിത്യോത്സവത്തിൽ സർവകലാശാല യൂണിയനാണ് SFI ആയിരിക്കുമല്ലോ, ചൈന ചാരൻ എന്ന് മുദ്രകുത്തി ഒരാൾ, മുദ്രകുത്തിയല്ല ആരോപണ വിധേയനായി കേസിലായി പ്രതിയായ ഒരാൾ ചൈനയ്ക്കുടെ ഫണ്ട് വാങ്ങി ചൈനയ്ക്ക് അനുകൂലമായി ഇവിടെ പ്രൊപ്പഗാൻഡ ക്യാമ്പയിനുകൾ നടത്തുക, അതും ചൈനീസ് ടെലികോം കമ്പനികൾക്ക് വേണ്ടി. അങ്ങനത്തെ കേസിൽ അറസ്റ്റിലായ പുർകാസ് ഏസ്ത എന്ന് പറയുന്ന ആളെ പങ്കെടുപ്പിച്ചു. പ്രബീർ പുരകായസ്ത പങ്കെടുപ്പിച്ചിരിക്കുന്നു SFI. ചൈന ചാരന് സർവകലാശാല വേദിയിൽ എന്താണ് കാര്യം? അത് സർവകലാശാലയുടെ VC പോലും അറിഞ്ഞില്ല, പ്രോഗ്രാമിലുണ്ടായിരുന്നില്ല. അവസാന നിമിഷം ഈ ചൈന ചാരൻ എന്ന് പറയപ്പെടുന്ന ആൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഇത് കേരളത്തിൽ ഒരു വല്ലാത്ത കാലാവസ്ഥയാണല്ലോ. ഇത് സേഫ് ഹേവൻ ആണ് ഇതുപോലത്തെ കുറ്റവാളികൾക്കൊക്കെ. കേരളത്തിൽ ഈ മാധ്യമങ്ങൾ തന്നെ ആഘോഷപൂർവം ചില ആളുകളെ എഴുന്നള്ളിക്കുന്നത് കാണാറുണ്ട്. സിദ്ദിഖ് കാപ്പൻ, ചില ആളുകൾ അദ്ദേഹം ഇവിടെ അയാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വീകരിക്കുന്നതുമൊക്കെ കണ്ടു. ആ ജാമ്യമൊക്കെ കിട്ടിയിട്ട് റാണ അയ്യൂബ് പല കേസുകളിലും പെട്ടിട്ടുള്ള UAPA പോലെ സാമ്പത്തിക ED ഒക്കെ റെയ്ഡ് ചെയ്തിട്ടുള്ള അവരെയും ഇവിടുത്തെ മാപ്പിളകൾ കസബിനും സിൻവറിനും വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയ നാടാണ് നമ്മുടെ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അതിൻ്റെ പിന്നാലെയാണ് കേസിൽപ്പെട്ട ആള് എന്തായാലും സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ രാജ്യദ്രോഹ കേസ്, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു, ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ്. തെളിവുണ്ട്, അവരുടെ തന്നെ ലാപ്ടോപ്പുകളിൽ നിന്നൊക്കെ തെളിവ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 3-ാം തീയതി ചൊവ്വാഴ്ചയാണ് 500ഓളം ഡൽഹി പോലീസ് അധികൃതർ 500ഓളം പേരടങ്ങുന്ന സംഘം ഇയാളുടെ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട 100 സ്ഥലങ്ങളിൽ ഡൽഹിയിലും മുംബൈയിലും റെയ്ഡ് നടത്തിയിട്ട് ഈ ചൈനയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ രേഖകളൊക്കെ കണ്ടെത്തിയത്. ചൈനയുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്നൊക്കെ ഉള്ളത് 2017-18 മുതലൊക്കെ EDക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഈ പോലീസ് റെയ്ഡ് പിന്നീട് വരുന്നത് ചൈനയിലെ നെവിൽ സിംഗം റോയ്, അയാളുമായിട്ട്, അത് ശ്രീലങ്കയിൽ നിന്ന് പോയ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. അയാളുടെ അച്ഛൻ പൊളിറ്റിക്സിൻ്റെ പ്രൊഫസറും ഒക്കെ ആയിരുന്നതാണ്. അവർ പണ്ടേ മാർക്സിസ്റ്റുകളാണ്. അപ്പോൾ ഈ നെവിൽ റോയ് സിംഗം ഒരുപാട് ഫണ്ട് ഇയാൾക്ക് ചൈന അനുകൂല വാർത്തകൾ കൊടുക്കാൻ വേണ്ടി പമ്പ് ചെയ്യുന്നു എന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റെയ്ഡ്. ഇത് 2009-ലാണ് ഈ പ്രബീർ പുരകായസ്ത, ഇവിടുത്തെ പല പഴയ മാർക്സിസ്റ്റുകളുടെയൊക്കെ സുഹൃത്തായ ആൾ പുരകായസ്ത. അപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ BJPക്കൊക്കെ എതിരെ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ഈ ന്യൂസ് ക്ലിക്ക് അതിൻ്റെ ആളുകൾ, ഈ ലെഫ്റ്റ് വാഗണിലുള്ള ആളുകൾ തന്നെയാണ് ഇതൊക്കെ വായിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. അല്ലാതെ ആര് വായിക്കാൻ പോകുന്നു? ദേശസ്നേഹമുള്ളവർക്കൊന്നും ഈ വക പോർട്ടലുകളെ പറ്റി ഒരു അഭിപ്രായമില്ലല്ലോ. അപ്പോൾ പോലീസ് റെയ്ഡിൽ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകൾ ഒക്കെ അവിടുത്തെ ചില പത്രപ്രവർത്തകരുടേതും ഒക്കെ പിടിച്ചിരുന്നു. ന്യൂസ് ക്ലിക്കിൻ്റെ എഡിറ്റർ ഇൻ ചീഫാണ് ഇപ്പോൾ ഈ കണ്ണൂരിൽ എഴുന്നള്ളിക്കപ്പെട്ട പ്രബീർ പുരകായസ്ത. അപ്പോൾ അവിടെ നിന്ന് പത്രപ്രവർത്തകരായ അഭിസർ ശർമ്മ, ഊർമിലേഷ്, അവരുടെ വീടുകളിലും റെയ്ഡ് നടന്നു. പുരകായസ്തയെയും അയാളുടെ ന്യൂസ് ക്ലിക്കിൽ ഷെയറുള്ള ഈ കമ്പനിയുടെ HR മാനേജർ അമിത് ചക്രവർത്തിയെയും അറസ്റ്റ് ചെയ്തു. അതിനുശേഷം രണ്ടുപേരുടെയും മൊഴികളും, പ്രത്യേകിച്ച് ഈ അമിത് ചക്രവർത്തിയുടെ ഒക്കെ മൊഴിയിലൊക്കെ ഈ വിശദാംശങ്ങളുണ്ട്. നെവിൽ റോയ് സിംഗുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. UAPA അനുസരിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത്. സുപ്രീം കോടതി സമീപകാലത്ത് ഇയാൾക്ക് ജാമ്യമൊക്കെ കൊടുത്തു, പുരകായസ്തയ്ക്ക്. അങ്ങനെയാണല്ലോ ഇവിടെ വരുന്നത്. ഇതിൻ്റെ അകത്ത് 25 ചോദ്യങ്ങൾ ഇവർക്ക് കൊടുത്തിരുന്നു NIA, ഇതൊക്കെ ഉത്തരം പറയാൻ പറഞ്ഞിട്ട്. ഇവർ ഷഹീൻ ബാഗ് കലാപം ഡൽഹി, പിന്നെ കർഷക കലാപം, പൗരത്വ നിയമത്തെ തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾ, ഇതിനൊക്കെ പലതരത്തിൽ പൈസ കൊടുത്തും ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ചൈന ഇവിടെ പൈസ മുടക്കിയെന്ന് ആ വക കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള തെളിവുകളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ 3 സംഭവങ്ങളിലും അവർക്ക് പങ്കുണ്ട്. ഇനി ഇതിൻ്റെ ചൈന ബന്ധം, ഇതിപ്പോൾ 20,000 പേജുള്ള കുറ്റപത്രം
കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ചൈനയുമായിട്ടുള്ള ബന്ധം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ശതകോടീശ്വരൻ നെവിൽ റോയ് സിംഗം ലങ്കയിൽ നിന്ന് പോയെങ്കിലും അവിടുത്തെ പൗരനാണ് അയാൾ. അപ്പോൾ അവിടുത്തെ ഡീപ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഷാങ്ഹായിലാണ് അയാൾ ജീവിക്കുന്നത്. ഷാങ്ഹായിലാണ് ജീവിക്കുന്നത്, അമേരിക്കയിൽ നിന്ന് പോയിട്ട്. അമേരിക്കയിലാണ് അയാളുടെ കമ്പനികളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കണ്ടന്റുകൾ ന്യൂസ് ക്ലിക്കിൽ വന്ന ചൈന അനുകൂല ഉള്ളടക്കങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് COVID-19 അതിൻ്റെ കാലത്ത് ഇവർ ഒരുപാട് വാർത്തകൾ ഇന്ത്യ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നിട്ട് ഇവർ എഴുതിയിരുന്നത് ഒരു വീഡിയോ ഇവരിറക്കിയിരുന്നു കോവിഡ് കാലത്ത്. ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചൈനാസ് ഹിസ്റ്ററി കണ്ടിന്യൂസ് ടു ഇൻസ്പയർ ദ വർക്കിംഗ് ക്ലാസസ് എന്നായിരുന്നു. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് ചൈനയുടെ ചരിത്രം ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇന്ത്യ കണ്ടുപിടിക്കുകയും ഇന്ത്യ പറഞ്ഞു വരുത്തുകയും ചെയ്തതല്ല ഈ ചൈനീസ് കണക്ഷൻ. ന്യൂസ് ക്ലിക്കിൻ്റെ ഈ റിപ്പോർട്ട് വന്നത് ന്യൂയോർക്ക് ടൈംസിലാണ്. ന്യൂയോർക്ക് ടൈംസിൽ വന്ന ശേഷമായിരുന്നു റെയ്ഡുകൾ. ഇതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ED 2021 മുതൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. കിട്ടിയിട്ടുള്ള പൈസ ഇവർക്ക് ന്യൂസ് ക്ലിക്കിന് ED അന്വേഷണത്തിൽ വരുന്നത് $4.56 മില്യൺ, 38 കോടി രൂപ ചൈനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ന്യൂസ് ക്ലിക്കിന്. സൗത്ത് ഡൽഹിയിൽ സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രബീർ പുരകായസ്ഥ ബൂർഷകൾ താമസിക്കുന്ന സ്ഥലമല്ലേ. അല്ലെങ്കിൽ തന്നെ ഒരു മാർക്സിസ്റ്റിന്റെ ഒരു സ്വപ്നം എന്താണ്? ഒരു ബൂർഷയാവുക എന്നുള്ളത്. അതെ അതെ, അത് പുള്ളി സാർത്ഥകമാക്കി. അതെ, സാധിച്ചെടുത്ത ഒരാളാണ്. ഇത് ഈ പൈസ കിട്ടിയത് പലർക്കും വിതരണം ചെയ്തു. ഗൗതം നവ്ലാഖ, മറ്റേ നാഗരിക മാവോയിസ്റ്റ് എന്ന് പറയില്ല, അർബൻ നക്സലൈറ്റ്, അയാൾക്ക്. പിന്നെ ടീസ്റ്റ സെത്തൽവാദിൻ്റെ ഭർത്താവിന്, സഹപ്രവർത്തകർക്ക് ഒക്കെ ഈ പൈസ വിതരണം ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ക്ലിക്ക് കമ്പനിയുടെ പേര് PPK ന്യൂസ് ക്ലിക്ക് സ്റ്റുഡിയോ എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ ഇത് ഫോറിൻ കറൻസി ഡോക്യുമെൻറ്റുകളൊക്കെ ഈ റെയ്ഡിൽ കിട്ടിയിരുന്നു. ഈ 38 കോടിയിൽ 9.59 കോടി ന്യൂസ് ക്ലിക്കിലേക്ക് എത്തിയിരിക്കുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്, നിക്ഷേപമായിട്ടാണ് വിദേശത്തു നിന്ന് വന്നിരിക്കുന്നത്. 10 കോടി രൂപ 38-ല്. ബാക്കി എക്സ്പോർട്ട് സർവീസ് എന്ന് പറഞ്ഞിട്ടാണ്, കയറ്റുമതി സേവനങ്ങൾ. ഇവരെന്തോ എക്സ്പോർട്ട് ചെയ്യുന്നു, സത്യത്തിലൊന്നും ചെയ്യുന്നില്ല. ഈ വ്യാജ വൗച്ചറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ ഞങ്ങൾക്ക് ഇന്ന സാധനം തന്നു എന്ന് പറഞ്ഞിട്ട് നെവിൽ റോയ് സിംഗം പമ്പ് ചെയ്യുന്ന പണമാണിത്. സേവനം ചൈനയ്ക്ക് വേണ്ടി ചെയ്യുന്ന സേവനമാണല്ലോ. ഈ 10 കോടി വന്നത് 9.56 കോടി വന്നത് 2018 ഏപ്രിലിൽ. അത് ഈ ന്യൂസ് ക്ലിക്ക് നഷ്ടം വരുത്തുന്ന കമ്പനിയായിട്ടാണ് ബാലൻസ് ഷീറ്റുള്ളത്. പിന്നെ ഇത് കൊണ്ടുപോയിട്ട് ആരും നിക്ഷേപിക്കാനാണ്. ഏപ്രിൽ 2018 ഷെയർ വാങ്ങിച്ചതായിട്ടാണ് ആ 9.59 കോടി വന്നത്. ഒരു ഷെയറിന് 11,510 രൂപ. 11,510 ഒരു ഷെയറിന്. അതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപ, മാർക്കറ്റ് വാല്യൂ 10 രൂപയേ ഉള്ളൂ. ഇവർ മേടിച്ചിരിക്കുന്നത് ഞങ്ങൾ ഷെയർ മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാശ് ഇവിടെ എത്തിക്കണമല്ലോ. എങ്കിലും ഇത്രയും കോടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഷെയറിന് ഇത്ര മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുകയാണെ ഇത്രയും കോടി കൊടുക്കണം എങ്കിൽ 10 രൂപയുടെ ഷെയറിന് എത്ര വില വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാശിനും കൊള്ളില്ലാത്ത കമ്പനി 11,000 രൂപ വെച്ചാൽ ഇത്രയും പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തു. ഇത് വരുന്നത് സത്യത്തിൽ നിലനിൽക്കുന്നില്ലാത്ത കമ്പനികൾ വഴിയാണ്. അമേരിക്കയിലെ വേൾഡ് വൈഡ് മീഡിയ ഹോൾഡിങ്സ് ഒന്ന്, അത് ഡെലവാറയിലാണ് അമേരിക്കയിൽ ബാധ്യതകളൊക്കെ ഉള്ള ഒരു കമ്പനിയായിട്ടാണ് രേഖകളുള്ളത്. അത് നെവിൽ റോയ് സിംഗത്തിൻ്റെ കമ്പനിയാണ്. ഒരു കമ്പനി വേണമല്ലോ ഇങ്ങോട്ട് പൈസ കൊടുക്കാനും. അപ്പോൾ പ്രബീർ പുരകായസ്ഥക്ക് ഈ മാർക്സിസ്റ്റിനെ നെവിൽ റോയ് സിംഗത്തിനെ പ്രകാശ് കാരാട്ടിൻ്റെ വലിയ സുഹൃത്താണ് നെവിൽ റോയ് സിംഗം. വെറുതെ അല്ല അവിടെ വന്നത്, ഈ കണ്ണൂരിൽ വന്നത്. ഒരുപാട് ഇമെയിലുകൾ
എടുത്തിട്ടുണ്ട് ED. പ്രകാശ് കാരാട്ട് അങ്ങോട്ട് നമ്മുടെ എന്നാണ് പ്രകാശ് കാരാട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല നമ്മുടെ എന്ന് പ്രകാശ് കാരാട്ട് പറയുന്നത്. ചൈന അദ്ദേഹത്തിന്റെ മാതൃരാജ്യം, അതാണ് നമ്മുടെ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം എന്ന് സിംഗത്തിനോട് പറയുന്നത് ചൈനയെ പറ്റിയിട്ടാണ്. അപ്പോൾ നെവിൽ റോയ് സിംഗത്തിന് ഇയാൾക്ക് 2017 മുതൽ അറിയാം. കാരാട്ട് വഴിയോ ഒക്കെയാണ് ബന്ധം. പക്ഷേ അയാളെ പറ്റി ഒന്നും അറിയില്ല എന്നാണ് ഈ ചോദ്യം ചെയ്യുമ്പോൾ പുരകായസ്ഥ പറഞ്ഞത്. ഇഷ്ടംപോലെ മെയിലുകൾ കിടക്കുകയാണ്, പൈസ വന്നതും കിടക്കുന്നു അവിടെ നിന്ന്. അപ്പോൾ സിംഗം പ്രബീറിന് പൈസ അയച്ചിരിക്കുന്നത് ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി പ്രചരിപ്പിക്കാനാണ്. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ കണ്ണൂരിലും കൊണ്ടിരുന്നത്. അപ്പോൾ EDയുടെ അന്വേഷണത്തിൽ 38.5 കോടി വന്നിരിക്കുന്നത് ചൈനയിലെ ഒരു അജ്ഞാത ഉറവിടത്തിൽ നിന്നാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അമിത് ചക്രവർത്തി, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ, അയാൾ ഓഹരി ഉടമയാണ്. ന്യൂസ് ക്ലിക്കിൽ അയാളുടെ പ്രസ്താവനയിൽ EDക്ക് കൊടുത്ത മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്, നെവിൽ റോയ് സിംഗം ആണ് ഈ പൈസയുടെയൊക്കെ ശരിക്കുള്ള ഉറവിടം എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. 1.55 കോടി, ഇതിൽ രസമുള്ളൊരു ഭാഗം, 1.55 കോടി കൊടുത്തിരിക്കുന്നത് 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള പ്രബീർ പുരകായസ്ഥയുടെ ഓഫീസിലെയും വീട്ടിലെയും ഇലക്ട്രീഷ്യനായിട്ടുള്ള ജോസഫ് രാജനാണ്. അയാൾക്ക് 1.55 കോടി, 2 കോടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ബിനാമി ആയിരിക്കണമല്ലോ. അങ്ങനെയാണ് ഇലക്ട്രീഷ്യൻ, പിന്നെ ബിനാമി ആയിട്ട് അയാൾക്ക് പൈസ കൊടുത്തിട്ട് വേറെ വഴിക്ക് ആ പൈസ ഇയാൾ തന്നെ എടുക്കും. അങ്ങനെയാണ് അയാൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് മെയിൻ്റനൻസ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ ജോസഫ് രാജ ഇലക്ട്രീഷ്യന് 2 കോടി രൂപ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അയാൾ അങ്ങനെ ഒരു ജോലി ചെയ്തതിന് ഒരു രേഖയും ഇല്ല, ന്യൂസ് ക്ലിക്കിൻ്റെ ഫയലുകളിൽ ഇല്ല. 52 ലക്ഷം രൂപ കൊടുത്തത് ബാപ്പാദിത്യ സിൻഹയ്ക്കാണ്. ബാപ്പാദിത്യ സിൻഹയെ MA ബേബി പോലുള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ബാപ്പാദിത്യ സിൻഹ ന്യൂസ് ക്ലിക്കിൽ ഓഹരി ഉടമയാണ്. അയാൾ CPIMൻ്റെ IT സെല്ലിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഡൽഹിയിലെ AKG ഭവനിൽ നിന്ന് IT സെല്ലിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അയാൾ പല പാർട്ടിക്കാർക്കും വേണ്ടിയിട്ടുള്ള ട്വിറ്റർ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഈ പ്രശ്നക്കാരായ പലതരം ഈ മാപ്രകൾ എന്ന് പറയുന്നവർക്കാണ് ഈ പൈസകൾ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ഇനി 4-5 പേരുകൾ ഈ പൈസ എത്ര കിട്ടി എന്നുള്ളത് പറയാം. ടീസ്റ്റ സെത്തൽവാദിൻ്റെ ഭർത്താവ് ജാവേദ് ആനന്ദിന് 12.61 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മണി ട്രെയിൽ കണ്ടുപിടിച്ചിരിക്കുന്നു. 38 കോടി ഡിസ്ബേഴ്സ് കൊടുത്തു. ടീസ്റ്റ സെത്തൽവാദിൻ്റെ മകൾ തമാരയ്ക്ക് 10.93 ലക്ഷം. ടീസ്റ്റ സെത്തൽവാദിൻ്റെ മകൻ ജിബ്രാന് പണം കൊടുത്തിട്ടുണ്ട്, അത് എത്ര എന്നറിയില്ല. ഗൗതം നവലായ്ക്ക് 20.53 നക്സലൈറ്റ് ലക്ഷം. ഊർമിലേഷിന് 22.78 ലക്ഷം, ഇവിടുത്തെ പത്രപ്രവർത്തകൻ. ആരതിക ഹൽദർ, പിന്നെ പരഞ്ജോയ് ഗുഹ താക്കൂർത്ത, ഡൽഹിയിലെ വലിയ ദിവ്യൻ, മറ്റേ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി ഒക്കെ എഴുതുന്ന പരഞ്ജോയ് ഗുഹ താക്കൂർത്തയ്ക്ക് 40.04 ലക്ഷം കൊടുത്തു. ത്രിന ശങ്കറിന് കൊടുത്തിട്ടുണ്ട്. അഭിഷേക് ശർമ്മ, ഇവിടുത്തെ പത്രപ്രവർത്തകൻ, 45.69 ലക്ഷം. ബാപ്പാദിത്യ സിൻഹ, ഈ CPIMൻ്റെ IT സെൽ സഖാവിന് 52.09 ലക്ഷം, 1/2 കോടി രൂപയ്ക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഇയാൾ, അല്ലാതെ ഒരു പത്രപ്രവർത്തനം പിടിച്ചു കഴിഞ്ഞാൽ ഈ ബഹളം ഉണ്ടാവും എന്നറിയാലോ. ടോൾ കിറ്റ്, അത് ഇങ്ങനെ ഒരാളെയാണ് കണ്ണൂരിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. കണ്ണൂർ സർവകലാശാല കുറച്ചായിട്ട് വളരെ കുപ്രസിദ്ധമായ രീതിയിൽ അറിയുന്നത്. അതിനുശേഷമാണ് ഈ ചാൻസലറുടെ ഇടപെടലൊക്കെ ഉണ്ടാകുന്നത്. അവിടെ ഒരു മാർക്സിസ്റ്റ് സഖാവായിരുന്നു VC. അതെ, നമ്മളവിടെ അത് മാത്രമല്ല, ഓർക്കുന്നില്ലേ, ഗോപിനാഥൻ്റെ ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ. ആ സമയത്താണ് നമ്മുടെ ഗവർണർ അവിടെ പങ്കെടുക്കുന്നത്, ഇർഫാൻ ഹബീബ് അദ്ദേഹത്തെ തല്ലാൻ പോയത്.
അപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്നത് ഇങ്ങനെ രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ ഭരണഘടനാ സ്ഥാപനങ്ങളെ ആകെ അപകീർത്തിപ്പെടുത്താനും വേണ്ടി വന്നാൽ അപായപ്പെടുത്താനും പോലും തയ്യാറാവുന്ന തരത്തിലുള്ള പ്രവണത കണ്ണൂരിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു JNUവിൻ്റെ ഒരു ചെറിയ പതിപ്പായി കണ്ണൂർ സർവകലാശാല മാറിക്കൊണ്ടിരിക്കുകയല്ല, പണ്ടേ മാറിക്കഴിഞ്ഞു. ഇപ്പോഴാണ് അത് ഫലപ്രദമായി വരുന്നത്. ഏതായാലും വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു കർശനമായ നടപടിയെടുക്കും, ആഭ്യന്തര അന്വേഷണം നടത്താൻ പോകുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഒരു VC, ഇവരുടെ പാവയല്ലാത്തൊരു VC വന്നതിൻ്റെ ചില ഗുണങ്ങൾ കാണുന്നുണ്ട്. അന്വേഷണമെങ്കിലും നടക്കുമല്ലോ. അതെ, ആ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഗോപിനാഥ് രവീന്ദ്രനായിരുന്നെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തേരാം. വളരെ വളരെ ആശങ്കാജനകമായ കാര്യങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നിരിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് ഗവർണർ പറയാറുണ്ട്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.